വയനാട് ബത്തേരിയിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് UDF സജ്ജമായി കഴിഞ്ഞു എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. ഫെബ്രുവരി മാസത്തിൽ ജാഥകൾ ആരംഭിക്കുമെന്നും അടൂർ പ്രകാശ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. UDF ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലുടനീളം വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അക്കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണമായി അത്തരത്തിലുള്ള വിശ്വാസവുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന് ഉള്ള വഴികൾ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റേതായ കാര്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ UDFും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ്. വരുന്ന ഫെബ്രുവരി മാസം 6-ാം തീയതി മുതൽ UDFിൻ്റെ ജാഥ ആരംഭിക്കുകയാണ്. ആ ജാഥ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നവരെയുള്ള പരിപാടികളുണ്ട്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ യാതൊരു തർക്കവും സംശയങ്ങളും ഇല്ല. നമ്മുടെ ഇപ്പോൾ വയനാട് ബത്തേരി ക്യാമ്പിന്റെ ലക്ഷ്യ ആ സ്വപ്നം പൂവണിയോ? തീർച്ചയായിട്ടും ബത്തേരി ക്യാമ്പിൽ ലക്ഷ്യ എന്ന ഞങ്ങൾ വെച്ച ആ മുദ്രാവാക്യം 101% അത് പൂർത്തീകരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ LDFിന്റെ സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത് 120 സീറ്റ് പിടിക്കുമെന്നാണ്. അവർക്ക് എന്തും പറയാം, പക്ഷേ കേരളത്തിലെ ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതാണ് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു ഇഷ്ടം കൂടി ചോദിക്കുകയാണ്. ഹൈക്കമാൻഡ് ടേം എന്തെങ്കിലും MP-മാർക്ക് ഇളവ് അനുവദിച്ചാൽ ഈ മുഖം അടൂരി ഇല്ല, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നത് ശരിയല്ല. ഈ ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനമാണ്. ഹൈക്കമാൻഡ് തീരുമാനം എന്തെടുത്താലും ആ തീരുമാനത്തിൽ ഞങ്ങൾ എല്ലാവരും അടിയുറച്ചു. അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF കൺവീനർ അടൂർ പ്രകാശ്. ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.